ഈഗോ മാറ്റിയാൽ ഷമീറ നീ സെറ്റാവും. ഞാനൊരു കാര്യം പറഞ്ഞുതരാം മുത്തേ. ഈഗോ ഇത് എന്താന്നുള്ളത് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്, മനസ്സിലായോ? ഞാൻ നാളെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയോ എന്തെല്ലാമാണ് കാര്യങ്ങൾ എന്നുള്ളത്, മനസ്സിലായോ? ഇത് ഞാൻ ഈ പറഞ്ഞതിനെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. നിങ്ങൾക്ക് സത്യം മനസ്സിലാകാണ്ട് മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വെയിറ്റ് ചെയ്യും. നാളെ ഒറ്റ ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഒറ്റ ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യും, മനസ്സിലായോ? ഒറ്റ ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈഗോ ആണോ എന്താന്ന്. എല്ലാതിനുള്ള ഉത്തരം ഞാൻ തരാം. ഓക്കെ, എല്ലാതിനുള്ള ഉത്തരം ഞാൻ തരാം. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ ചാറ്റ്, ലെറ്റ്സ് ഗോ. ബലാലാണ് ബെല്ലോലാണ് ബായോളാണ് ദുബായിലെ ഹലാലായ പാതയിലാണ് അടിമുടി പടവതിലാണ്. ബലാലാണ് ബെല്ലോലാണ് ബായോളാണ് ദുബായിലെ. എന്നെ കുറ്റം പറയുന്നവരോടൊക്കെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, മക്കളെ, എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, മനസ്സിലായോ? നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിയുന്നില്ല, മനസ്സിലായോ? നിങ്ങൾ വെയിറ്റ് ചെയ്യ്. ഒറ്റ ദിവസം വെയിറ്റ് ചെയ്താൽ മതി. ഒറ്റ ദിവസം വെയിറ്റ് ചെയ്താൽ മതി. ഒറ്റ ദിവസം വെയിറ്റ് ചെയ്യ്. ഒറ്റ ദിവസം വെയിറ്റ് ചെയ്യ്. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ, മനസ്സിലായി? അത് നിങ്ങളെ കുഴപ്പമല്ല. അത് നിങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റം പറയോ, നിങ്ങൾ എന്നെ തെറി വിളിക്കുന്നതിനോ നിങ്ങൾ എന്നെ ഈഗോ എന്ന് പറയുന്നതിനോ എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. കാരണം എന്താ അറിയോ? നിങ്ങൾക്ക് ഇത് അറിയാത്തോണ്ടാ. നിങ്ങൾക്ക് എന്താണെന്നറിയില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാത്തോണ്ട് നിങ്ങൾ പലതും പറയുന്നതും പലതും ഇതാക്കുന്നതാ. നിങ്ങൾക്ക് എന്താന്ന് സത്യോ കാര്യോ നിങ്ങൾക്കൊന്നും അറിയില്ല, മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്കത് ബാക്കിയുള്ള ഹെയ്റ്റേഴ്സിനോടോ ആൾക്കാരോടോ ഒന്നുമല്ല എനിക്ക് പറയാനില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ കാണാൻ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാരെ ഇപ്പോൾ ഉള്ളൂ. പണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. തൊപ്പി അല്ല, ഈഗോ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ തൊപ്പിയായി അടിയായ? ബ്രദർ വെയിറ്റ്. ഓക്കെ, അപ്പോ കൺവേർട്ടിങ്. ഓക്കെ, കൺവേർട്ടിങ്. ഓക്കെ, അങ്ങനെ മോൻ ചിന്തിച്ചോ. മോനെ അങ്ങനെ പലതും പറയാം. കാരണം മോന് സത്യം അറിയില്ല മോനെ, മനസ്സിലായ? മോന് എന്താന്ന് അറിയില്ല. മോന് ഒന്നിക്കലും ചിന്തിക്കാനുള്ള ഇതിൽ നിന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങൾക്ക് അറിയില്ല. മനസ്സിലായ? നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ എന്നിട്ട് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ അത് കേൾക്കാം, മനസ്സിലാവും? എന്നിട്ട് നിങ്ങൾ വന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ഞാനത് കേൾക്കാം. അല്ലാതെ നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഞാൻ അവിടുന്ന് MRG ഗ്യാങ്ങിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ നിങ്ങൾക്ക് എന്താന്ന് അറിയില്ല. കാര്യങ്ങൾ എന്താ, ഞാൻ പറയുന്നത് എന്താ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അത് നിങ്ങളെ തെറ്റല്ല. കാരണം നിങ്ങൾക്ക് അറിയില്ല എന്താന്നുള്ളത്, മനസ്സിലായോ? നിങ്ങൾ ജസ്റ്റ് വെയിറ്റ്. അത്ര മാത്രമേ ഉള്ളൂ. നോ കോൺട്രവേഴ്സി. ഇത് കോൺട്രവേഴ്സി ഒന്നല്ല ബ്രദർ. കൺവിൻസിങ് സ്റ്റാർ, വാട്ട് ബ്രദർ, മനസ്സിലായോ? നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, എത്ര തന്നെ ഹേറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ഹേറ്റ് ചെയ്തോ, മനസ്സിലായോ? ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ ഇത് കാണിച്ചു തരാം. ഈ ചാറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നെ നിങ്ങൾ പറയുന്നത് എന്താണെന്നും എന്നെ നിങ്ങൾ ഇതാക്കുന്നത് എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, മനസ്സിലായോ? നിങ്ങൾ എന്നെ ഇത് കണ്ടോ? മനസ്സിലായോ? ഇതെല്ലാം നിങ്ങൾ എന്നെ കണ്ടോ? എനിക്ക് വരുന്ന കുറ്റങ്ങളും എന്നെ നിങ്ങൾ പറയുന്ന ഇതും വിഷമിക്കേണ്ട സാരില്ല. എനിക്ക് വിഷമമൊന്നുമില്ലടാ. എനിക്ക് നിങ്ങൾ കഥ അറിയാണ്ട് ആടുന്ന നിങ്ങളോട് എനിക്ക് സാധാരണ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് നിങ്ങളോട് യാതൊരു ദേഷ്യമില്ല. ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, മനസ്സിലായോ? ജസ്റ്റ് വെയിറ്റ് ബ്രദർ, ജസ്റ്റ് വെയിറ്റ്. നിങ്ങളെല്ലാവരും ചിന്തിച്ചിരിക്കുന്ന എനിക്ക് ഈഗോ ആണെന്നാണ്, അല്ലെ? ഓക്കെ, ഈഗോ ആണ് അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആണെന്നാ. പക്ഷെ നിങ്ങൾ അത് ഞാൻ പറഞ്ഞല്ലോ, അതിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അത് തോന്നത്തുള്ളൂ. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളോ ബാക്കിയുള്ള സത്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് അത് അങ്ങനെ തോന്നും, നിങ്ങൾ അങ്ങനെ കാണും, മനസ്സിലായോ? അപ്പൊ അങ്ങനെ തന്നെ പോട്ടെ. ഞാൻ കാണിച്ചു തന്നല്ലോ എന്തെല്ലാന്ന് എനിക്ക് കിട്ടുന്നതെന്നും എന്തെല്ലാന്ന് എനിക്ക് കിട്ടുന്നതെന്നല്ലോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇനി നിങ്ങൾ ഒന്നുമില്ല ഗൈസ്, ഇനി ഒന്നുമില്ല, മനസ്സിലായോ? ഇനി ഒന്നുമില്ല. ഇനി നിങ്ങൾ കണ്ടാ മതി. ഈഗോ ഫുണ്ട ബ്രദർ പറഞ്ഞോ ബ്രദർ, നോ പ്രോബ്ലം ബ്രദർ, നോ പ്രോബ്ലം, മനസ്സിലായോ? നോ പ്രോബ്ലം. കാരണം
നിങ്ങൾ ഇപ്പോൾ കാണാൻ വന്ന എന്നെ ഡെയിലി കാണാൻ വരുന്ന ഒരു ആൾക്കാർ എത്രയെന്ന് എനിക്കറിയാം. എനിക്ക് അവരോട് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ എന്നെ ഇത്രയും നാൾ കാണാൻ വന്നത് വെറുതെ ആവില്ല. മനസ്സിലാവും? അത് വെറുതെ ആവില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരാം. അത് വെറുതെ ആവില്ല. ഇനി എൻ്റെ ഭാഗത്താണോ തെറ്റ്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താ തെറ്റ്, അല്ലെങ്കിൽ എന്താ സംഭവം, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ.